Hi dears, welcome back to Fashion Week Designs. നമ്മുടെ ഒരു മാർക്കറ്റ് ഡിസൈൻ ആണ് ഈ വീഡിയോയിൽ കാണുമ്പോൾ ഫുൾ ഈ ഒരു കൈൻഡ് ഓഫ് വൈറ്റ് ഷെയ്ഡിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള കോമ്പിനേഷൻസ് വരുന്ന ഡിസൈൻ ആണ്. 840 വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത്. ഫാബ്രിക് വന്നിട്ട് ഒരു റെഗുലർ വിയർ സ്റ്റൈൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഫാബ്രിക് ആണ്. ഒരു കൈൻഡ് ഓഫ് ലൈറ്റ് നമ്മുടെ ജൂട്ടും ഒരു ചന്തേരിയും ബ്ലണ്ട് ആയിട്ട് നിൽക്കുന്ന പോലത്തെ ഒരു ഫാബ്രിക് ആണ് വന്നിരിക്കുന്നത്. അതിൽ ഇതേപോലെ സ്റ്റിക്കർ വർക്കും വിത്ത് ഒരു ജക്വേർഡ് വീവിങ്ങും ആണ് ചെയ്തേക്കുന്നത്. ഫുൾ ഇങ്ങനെ സ്റ്റിക്കർ വിത്ത് ജക്വേർഡ് ആൻഡ് അതിന്റെ ലോവർ പാർട്ടാണ് മെയിൻ ഹൈലൈറ്റ്. ഹെവി ആയിട്ട് ആ ഒരു ദാമൻ ബോർഡർ, അതിലും അതായത് ദാമൻ ബോർഡർ ജക്വേർഡ് വീവിങ് ആണ്. അതിന്മേലെ ഫുൾ ഇങ്ങനെ സ്റ്റിക്കർ വർക്ക് ചെയ്തേക്കുവാണ്. ടോപ്പിന്റെ ഫാബ്രിക് വരുന്നതുണ്ടോ, ഒരു കൈൻഡ് ഓഫ് രണ്ട് സൈഡ്സിലും ഒരു പാരലൽ ആയിട്ട് ഇങ്ങനെ ഒരു വീവിങ് പാറ്റേൺ പോയിട്ടുണ്ട്. പിന്നെ യോക്കിലും ഒരു പാറ്റേൺ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ ബുട്ട വീവിങ്. മെയിൻ ഹൈലൈറ്റ് ഇൻ ദാമൻ ആണ്. ഹെവി ദാമൻ ആണ് വിത്ത് വീവിങ്ങും ജക്വാർഡ് വീവിങ് വിത്ത് സ്റ്റിക്കർ അല്ലെങ്കിൽ സിറോസ്കി പാറ്റേൺ ആണ് ചെയ്തേക്കുന്നത്. ഇതാണ് അതിന്റെ ഓവറോൾ ലുക്ക് വരുന്നത്. ദുപ്പട്ട വളരെ ക്യൂട്ടാണ്. അതിൽ സ്റ്റിക്കർ വർക്ക് ഇല്ല, ഈ ഒരു വീവിങ് പാറ്റേൺ ആണ്. ഇതിന് ഫസ്റ്റ് ഈ ഒരു കൈൻഡ് ഓഫ് പിങ്ക് പോലത്തെ ഷെയ്ഡാണ്. ബോർഡറിൽ ഇതുപോലെ പൈപ്പിംഗ് ചെയ്തിട്ടുണ്ട്. ഇതുണ്ടോ, ഇതാണ് ദുപ്പട്ടയുടെ ബോർഡർ വന്നേക്കുന്നത്. ചീപ്പ് റേഞ്ചിൽ വരുന്നത് നമ്മുടെ മാർക്കറ്റ് ഡിസൈൻ ആണ്. 840 വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ്. അതിന്റെ അടുത്ത ഷെയ്ഡ് വന്നിരിക്കുന്നത്. മൈന്യൂട്ടായിട്ട് നമുക്ക് മനസ്സിലാവുള്ളൂ. മുന്നേ കണ്ടതിൽ പിങ്ക് ഭയങ്കര ഹൈലൈറ്റഡ് ആയിട്ട് നിൽക്കും. ഇതിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ബ്രൗൺ പോലെ തോന്നാം, ബട്ട് ബ്രൗണിന്റെയും ഓറഞ്ചിന്റെയും കൂടെ ഒരു ലൈൻസ് ആണ് ഇതിൽ ഈ വീവിങ്ങിൽ യൂസ് ചെയ്തേക്കുന്നത്. രണ്ടിന്റെയും ബ്ലണ്ട് ആയിട്ടുള്ള കോമ്പോസ് ആണ്. വിത്ത് വർക്ക് പാറ്റേൺസ് സെയിം ആണ്. ഇതേപോലെ പാരലായിട്ട് ഒരു വീവിങ് ലൈൻ പോയിട്ടുണ്ട്. ദാമൻ ഹെവി ആണ്. ആൻഡ് യോക്കിൽ ഇതുപോലെ ഒരു വീവിങ് വിത്ത് ഫുൾ സിറോസ്കി അല്ലെങ്കിൽ സ്റ്റിക്കർ വർക്ക് ചെയ്തേക്കുന്നു. ഫോട്ടോ ലൈനിങ്ങും വരുന്നുണ്ട്. ഇങ്ങനെയാണ് ഇതിന്റെ ഓവറോൾ ലുക്ക് വന്നിരിക്കുന്നത്. ഫുൾ ഈ ഒരു ബേസ് വന്നിട്ട് ഈ ഒരു ക്രീം ഷെയ്ഡ്, പക്കാ ക്രീം അല്ല, ഒരു ഓഫ് വൈറ്റ് പോലെ നിൽക്കുന്ന ഷെയ്ഡാണ് ഇതിൽ ഫുൾ യൂസ് ചെയ്തേക്കുന്നത്. ഇതിന്റെ ബോർഡർ നോക്കുമ്പോൾ ബ്രൗണിന്റെയും ഓറഞ്ചിന്റെയും ഒക്കെ ഒരുപാട് കോമ്പിനേഷൻസിലാണ് ഈ വീവ് വന്നിരിക്കുന്നത്. മൾട്ടി കളേർഡ്, ഒരു യെല്ലോയുടെ ഒക്കെ കോമ്പിനേഷൻസിലാണ് മൾട്ടി കളേർഡ് വീവിംഗ് ആണ് ചെയ്തേക്കുന്നത്. കണ്ടാൽ പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്കൊരു ബ്രൗൺ ആയിട്ട് തോന്നാം, ബട്ട് ഇതിനകത്ത് കുറെ കോമ്പിനേഷൻസും ഉണ്ട്. സോ അപ്പോൾ ഇതിലാകെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും നമുക്ക് ഇതിലെ ആ ഒരു വീവിങ്ങിന്റെ കളർ ഷെയ്ഡ്സ് ആണ്. ഇതിലൊരു കൈൻഡ് ഓഫ് ഗ്രേ പോലെ നിൽക്കുന്ന ടോൺ ആണ് ആ വീവിങ്ങിൽ കൂടുതലായിട്ട് യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ ഇതിൽ അഡീഷണലി സ്ലീവ് വർക്ക് വരുന്നുണ്ട്. അതൊന്നും മുന്നേ ഞാൻ പറഞ്ഞില്ലായിരുന്നതുണ്ടോ. അഡീഷണൽ ഹാഫ് മീറ്റർ കൊടുത്തിട്ടുണ്ട്. അതിൽ ഫുള്ളും സ്റ്റിക്കർ വർക്ക് ഇല്ല, സിമ്പിൾ ജക്വാർഡ് വീവിങ് മാത്രം കൊടുത്തിരിക്കുന്നു. ആ ഗ്രേ ടോണിൽ എല്ലാത്തിലും ആ ഒരു സ്ലീവ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ടോപ്പ് ഇതുപോലെ ഹെവി ആയിട്ട് വർക്കാണ്. ചന്തേരിയും നമ്മുടെ ജൂട്ടിന്റെ സെമി ജൂട്ടിന്റെയും കൂടെ ഒരു ബ്ലണ്ട് ആയിട്ട് നിൽക്കുന്ന ഫാബ്രിക് ആണ്. ഇതാണ് എന്റെ ദുപ്പട്ട വന്നിരിക്കുന്നത്. അതും ഫുൾ വീവ് ചെയ്തേക്കുന്ന ദുപ്പട്ട. ഇതുണ്ട് അതിന്റെ ബോർഡറൊക്കെ നല്ല ഒരു വീവിങ് പാറ്റേൺ ആണ് വിത്ത് പൈപ്പിങ്. അപ്പം ഇതാണ് എന്റെ ലാസ്റ്റ് കളർ വന്നിരിക്കുന്നത്. ഇതിൽ കുറച്ചുകൂടെ ഒരു ബ്ലൂവിന്റെ ഷെയ്ഡാണ് ഹൈലൈറ്റഡ് ആയിട്ട് നിൽക്കുന്നത്. ആ വീവിങ്ങിൽ വന്നിരിക്കുന്നത് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് എന്നാലും കാണാമായിരിക്കും ഇതിന്റെ വീവിങ് വന്നത്. അതായത് ഈ ബോർഡറിൽ കൊടുത്തേക്കുന്ന ഈ വീവിങ് ഉണ്ടോ, അത് തന്നെയാണ് ഇടയ്ക്കൂടെ സ്കാറ്റർ ചെയ്ത് വരുന്നത് വിത്ത് സ്റ്റിക്കർ വർക്ക്. യോക്കിൽ ഇതുപോലെ ഒരു പാറ്റേൺ ഉണ്ട്. ആൻഡ് ഇതിന്റെ ദാമൻ വളരെ ഹെവിയാണ്. ഹെവി ദാമനാണ്. സ്ലീവ്സ് വരുന്നത് വളരെ ഹെവി ആയിട്ട് നിൽക്കുന്ന, കുറച്ച് കയറിയാണ് ദാമൻ വർക്ക് വന്നിരിക്കുന്നത്. ലോവർ പാർട്ടിൽ നിന്ന് അപ്പുറം വരെയും കയറി വരുന്നിട്ടുണ്ട്. പിന്നെ സ്ലീവ് വർക്കും വരുന്നുണ്ട്. ഇതാണ് എൻ്റെ ദുപ്പട്ടയുടെ ലുക്ക് വന്നിരിക്കുന്നത്. സെയിം പാറ്റേൺ ഫുൾ വീവിങ് വന്നിരിക്കുന്ന ദുപ്പട്ടയാണ്. വേറെ സ്റ്റിക്കർ വർക്ക് ഒന്നുമില്ല, ഹെവി വീവിങ് ആണ്. റേറ്റ് 840 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. താങ്ക് യു.